116ാമത്തെ ചോദ്യമാണ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് ഡാഷ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ആൻസർ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഡിവിഡൻഡായി നൽകാത്ത ഒരു പ്രോഫിറ്റ് കൂടിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 115. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ ഈസ് ക്രെഡിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ആണ്. ഫ്രീ സാമ്പിളായി നൽകുന്ന ഗുഡ്സ് ഡെബിറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റിൽ നിന്നുമാണ്, ക്രെഡിറ്റ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിലാണ്. 116ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രിക്ക് ഉദാഹരണമായിട്ടുള്ളത് ആൻസർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. ആൻസർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒരുപോലെ ഇൻവോൾവ് ചെയ്യുന്ന എൻട്രീസ് ആണ് കോൺട്രാ എൻട്രി. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുന്നതാണ്. കോൺട്രാ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എഗെയിൻസ്റ്റ് ഓർ ഓപ്പോസിറ്റ് എന്നാണ്. ക്യാഷ് ഉദാഹരണമായി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. ക്യാഷ് ബാങ്കിൽ നിന്നും റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നും, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക. സാധാരണയായി ചെക്ക് ഒരു പാർട്ടിയിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ക്യാഷ് റിസീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അന്നേ ദിവസം തന്നെ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ എൻട്രി ഈ രീതിയിലായിരിക്കും, കോൺട്രാ എൻട്രി ആയിട്ടായിരിക്കും വരിക. 117ാമത്തെ ചോദ്യം. അണ്ടർ ദ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് വാല്യൂ. ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുക്ക് വാല്യൂ അനുസരിച്ചാണ്. ബുക്ക് വാല്യൂ ആണ് ആൻസർ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്രാപ്പ് വാല്യൂ അനുസരിച്ചാണ്. സ്ക്രാപ്പ് വാല്യൂ. അടുത്ത ചോദ്യം 118. ആക്സിഡന്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ. ആക്സിഡന്റൽ ലോസ് മീൻസ് അബ്നോർമൽ ലോസും, ആക്സിഡന്റൽ ലോസ് അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് ആൻസർ. അബ്നോർമൽ ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അബ്നോർമൽ ലോസ് ആയാൽ അതായത് കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നിന്നുമാണ് കുറക്കേണ്ടത്. പർച്ചേസിന്റെ കോസ്റ്റിൽ നിന്നും ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മിക്ക കമ്പനികളിലും ഇൻഷുറൻസ് ഉണ്ടാവുന്നതാണ്. ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമ്പോൾ നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഏതാണെന്നാണ് ആൻസർ. ആൻസർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലാത്തത് ഗുഡ്വില്ലാണ്. ഗുഡ്വില്ലാണ് ആൻസർ വരുന്നത്. നെറ്റ് ലോസ് ഓഫ് ദ കമ്പനി, നെറ്റ് ലോസ് ഓഫ് കോർപ്പറേറ്റ് സൊസൈറ്റി, പ്രിലിമിനറി എക്സ്പെൻസ്, ഇതൊക്കെ ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. അടുത്ത ചോദ്യം. വിച്ച് ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ആൻസർ വരുന്നത് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ് ആൻസർ. റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. പർച്ചേസ് ഓഫ് ലാൻഡ് ഇൻക്രീസിംഗ് അസറ്റ് ആണ് വരിക. പർച്ചേസ് ഓഫ് ലാൻഡ് ഓൺ ക്രെഡിറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം. റൈറ്റിംഗ് ഓഫ് എക്സസീവ് ഡിപ്രീസിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഡാഷ് റിസർവ്. ഏത് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എക്സസീവ് ഡിപ്രീസിയേഷൻ എന്നാണ് ചോദ്യം. സീക്രട്ട് റിസർവ് ആണ് ആൻസർ. സീക്രട്ട് റിസർവ് വരിക. സ്പെസിഫിക് റിസർവ്. സ്പെസിഫിക് റിസർവ് ഇത് രൂപീകരിക്കുന്നത് ഒരു ബിസിനസിന്റെ പ്രത്യേക സാമ്പത്തിക കടപ്പാടുകൾ പൂർത്തീകരിക്കാനുള്ള റിസർവ് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായി റിസർവ് ഫോർ ഡിബെഞ്ചർ റിഡംഷൻ, റിസർവ് ഫോർ ക്യാപിറ്റൽ റിഡംഷൻ തുടങ്ങിയൊക്കെയാണ് സ്പെസിഫിക് റിസർവ് ഉപയോഗിക്കുന്നത്. ജനറൽ റിസർവ് ഒരു പ്രത്യേക ഉദ്ദേശത്തിനല്ലാതെ രൂപീകരിക്കുന്ന റിസർവ് ആണ്. അതായത് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണയായി രൂപീകരിക്കുന്ന റിസർവ് ആണിത്. സീക്രട്ട് റിസർവ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്തവയാണ്. സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റുള്ള മെത്തേഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് കറന്റ് അസറ്റ്, ഓവർ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി, ട്രീറ്റിംഗ് ഇൻകം അക്രൂഡ് ആസ് ലയബിലിറ്റി, അതായത് അസറ്റ് കുറച്ച് കാണിച്ച് ലയബിലിറ്റി കൂട്ടി കാണിക്കുന്നു. ഇതൊക്കെയാണ് സീക്രട്ട് റിസർവിന് ഉദാഹരണം. അടുത്ത ചോദ്യം.
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഐറ്റം ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പെടാത്ത ഐറ്റം ഇൻസ്റ്റാളേഷൻ ചാർജ് ഓഫ് ന്യൂ മെഷീനറി ആണ് ആൻസർ വരുന്നത്. ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സ് ടു മെഷീനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറീസ് ആൻഡ് വേജസ് ഇൻഡയറക്റ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. റിപ്പയേഴ്സ് ആൻഡ് മെഷീനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും സ്റ്റേഷനറി കൺസ്യൂമഡ് പർച്ചേസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. ബാലൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫർ ടു ആൻസർ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ആണ് ആൻസർ. പേഴ്സണൽ അക്കൗണ്ടിലെയും റിയൽ അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ടിന്റെ ബാലൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ നോൺ ട്രേഡിംഗ് കൺസേൺ ഡാഷ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ റെസീപ്റ്റ്. നോൺ ട്രേഡിംഗ് കൺസേണിൽ ക്യാപിറ്റൽ റെസീറ്റ് ആവാത്തത് ഏതെന്നാണ് ചോദ്യം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് ക്യാപിറ്റൽ റെസീറ്റ് ആവാത്തത്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലെഗസീസ്, ഗ്രാന്റ് ഫ്രം ഗവൺമെന്റ് ഇതൊക്കെ ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അടുത്ത ചോദ്യം, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. 127ാമത്തെ ചോദ്യം, വെൻ എ ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ ഇൻ ഡിസോണേർഡ് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റ് ഈസ്. ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. ക്രെഡിറ്റ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ് അക്കൗണ്ട്. ആൻസർ ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുക. വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഹിസ് അക്കൗണ്ട് ഇൻ ഹിസ് ബുക്ക്. വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഹിസ് ബുക്ക്. ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുക? കൺസൈനിയുടെ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക? കൺസൈനേഴ്സ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുക. കൺസൈനേഴ്സ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യുക. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ആണ്. സാധനങ്ങൾ വിൽക്കാൻ ഒരു അംഗീകൃത തേർഡ് പാർട്ടിയുടെ കൈവശം സാധനങ്ങൾ ഗുഡ്സ് ഏൽപ്പിക്കുന്ന രീതിയാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഇൻകം ത്രൂ അഡ്മിഷൻ ഫീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ. ഇൻകം ത്രൂ അഡ്മിഷൻ ഫീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ. ആൻസർ റവന്യൂ ഇൻകം ആണ്. ഒരു അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു മെമ്പറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു ഫീസാണ് അഡ്മിഷൻ ഫീ അല്ലെങ്കിൽ എൻട്രൻസ് ഫീ എന്ന് പറയുക. ഇതൊരു റവന്യൂ ഇൻകം ആണ്. അടുത്ത ചോദ്യം, എ ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻ ബൈ. ബിൻ കാർഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആൻസർ സ്റ്റോർ കീപ്പർ ആണ്. ഈ ബിൻ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റോക്കിന്റെ എല്ലാ വരവ് ചെലവുകൾ രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റോർ കീപ്പർ ആണ് ഇത് കീപ്പ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം 131, ഇൻ ബൈസൈക്കിൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഡാഷ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ്. ബൈസൈക്കിൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഡാഷ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ് ബൈസൈക്കിൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് കോസ്റ്റിംഗ് രീതി. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് കോമ്പിനേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നു. ബൈസൈക്കിൾ പല തരത്തിലുള്ള പാർട്സ് കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പാർട്സ് പ്രത്യേകം ഉണ്ടാക്കി ഒരു പ്രൊഡക്റ്റായി അസംബിൾ ചെയ്യുന്ന കമ്പനികളിലാണ് ഈ തരത്തിലുള്ള മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. 132, Q is equal to root of 2CO by I. In this equation O stands for. Answer cost of placing one order എന്നാണ്. Cost of placing one order. ഇതിൽ Q is equal to quantity to be ordered എന്നാണ്. Q എന്ന് പറയുന്നത് quantity to be ordered. C consumption of material in units. Consumption of material in units. O cost of placing one order. Cost of placing one order എന്നാണ്. I interest payment ആണ്. I interest payment എന്നാണ്. അടുത്ത ചോദ്യം, provision for bad debts appears in the trial balance is a. Provision for bad debts appears in the trial balance is a liability ആണ് ആൻസർ. liability കിട്ടാക്കടത്തിനുള്ള കരുതൽ അതാണ് ബാഡ് ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഇതൊരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. 134ാമത്തെ ചോദ്യം, അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ ആൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട്സ്. Accounts of revenue and expenses are also called dash accounts. Answer temporary account ആണ്. Revenue and expense account temporary account ആണ്.
Adjustment for prepaid and unpaid expenses in the financial statements is due to the dash concept. Adjustment for prepaid and unpaid expenses in the financial statements is due to the dashed concept. Answer matching concept ആണ്. Matching concept ആണ് answer. അടുത്ത ചോദ്യം. The fluid resource required for matured and due for payment deposit is മെച്യൂർഡ് ആയ ഡെപ്പോസിറ്റ്സിന്റെയും കൊടുക്കാനുള്ള ഡെപ്പോസിറ്റ്സിന്റെയും എത്ര പെർസെന്റേജ് ആണ് ഫ്ലൂയിഡ് റിസോഴ്സ് ആയി കീപ്പ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ആൻസർ 100% ആണ്, 100%. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ സൊസൈറ്റികളും KCS റൂൾ 63 പ്രകാരം ഫ്ലൂയിഡ് റിസോഴ്സ് കീപ്പ് ചെയ്യേണ്ടതാണ്. 137ാമത്തെ ചോദ്യം. വെൻ വാസ് ദ കേരള ബാങ്ക് ഒഫീഷ്യലി ഫോംഡ്? കേരള ബാങ്ക് ഒഫീഷ്യലി ഫോം ചെയ്തത് 29/11/2019. 29/11/2019. 7/3/2019 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെ അമാൽഗമേറ്റ് ചെയ്ത് കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് 7/3/2019. Which of the following cooperative society is not included in the category of primary agricultural credit societies? Which of the following cooperative society is not included in the primary agricultural cooperative credit societies? Primary agricultural cooperative credit societies ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. പാക്സ് എന്ന് പറയും. പാക്സിൽ ഉൾപ്പെടാത്തത് PACS. പാക്സിൽ ഉൾപ്പെടാത്തത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി ആണ്. ബാക്കിയൊക്കെ പാക്സിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഫാർമേഴ്സ് ഫോർ ദ പ്രോംപ്റ്റ് റീപേയ്മെന്റ് ഓഫ് ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ ലോൺസ് ത്രൂ KCC വഴിയായി കാർഷിക ലോൺ നൽകുന്നുണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കിട്ടും. ഇൻട്രസ്റ്റ് സബ്സിഡി എത്രയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ 3% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നബാർഡ് വഴി 3% നൽകുന്നത്. KCC ലോണിന് ആകെ പലിശ വരുന്നത് 7%. ഇതിൽ 3% നബാർഡ് വഴിയും 4% സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിയായും സബ്സിഡി നൽകുന്നുണ്ട്. 5 വർഷ കാലാവധിക്കാണ് KCC ലോൺ നൽകുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടാണ് ഇത് നൽകുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നാണ് KCCയുടെ പൂർണ്ണ രൂപം. 1998 കിസാൻ ക്രെഡിറ്റ് കാർഡ് നിലയിൽ വന്നത്. അടുത്ത ചോദ്യം. The Kerala Cooperative Deposit Guarantee Scheme was established in dash as per section 57B. സെക്ഷൻ 57B പ്രകാരമാണ് കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വന്നത്. നിലവിൽ വന്ന വർഷം 2012. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ഉദ്ദേശം സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് പരിരക്ഷ നൽകുക എന്നതാണ്. ഈ സ്കീം പ്രകാരം 2 ലക്ഷം രൂപ വരെയാണ് ഒരു നിക്ഷേപകന് ലഭിക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ ഗുഡ് ഡെപ്പോസിറ്റ് ഫ്രം ദ പാക്സ് പോയിന്റ് ഓഫ് വ്യൂ? പാക്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. പാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണ് ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് സ്കീം എന്നാണ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്കീമാണ് ഏറ്റവും നല്ല ഡെപ്പോസിറ്റ്. SB അക്കൗണ്ട്, അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്ക് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ ഡിമാൻഡ് ഡെപ്പോസിറ്റ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് താഴെ പറയുന്നതിൽ ഏതെന്നാണ്. കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മിനിമം പീരീഡ് കോപ്പറേറ്റീവ് ബാങ്കിൽ മിനിമം പീരീഡ് 15 ദിവസമാണ് മിനിമം പീരീഡ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ.